ഹലോ, ഇന്ന് നമുക്ക് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു DIY പെൻ ഹോൾഡർ ചെയ്യാമേ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ വാച്ചിൻ്റെയൊക്കെ വരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ഡപ്പ, അതാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോയി ആ ഒരു ഷേപ്പൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഒരു നല്ല വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് അക്രിലിക്കിൻ്റെ വൈറ്റ് കളർ പെയിൻ്റാണ്. അത് നമ്മളിതിൻ്റെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അടിച്ചു കൊടുക്കണം. പിന്നെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വലിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ മീഡിയം സൈസ് ബ്രഷേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ത് ചെയ്യാം, അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടിക്കുമ്പോൾ 2 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും, കുറേ കൂടി ഫിനിഷിംഗ് ഒക്കെ കിട്ടും. ഞാനിവിടെ 1 കോട്ട് അടിച്ചതേ ഉള്ളൂ. അത് മാത്രമല്ല എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം എന്ന് പറയുന്നത്, 1 കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങുന്നതിന് മുൻപേ അതിൻ്റെ പുറത്തു കൂടി 1 കോട്ട് കൂടെ അടിക്കാൻ നോക്കി. അപ്പോൾ അത് കുറച്ചുകൂടെ ബോറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിനെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ രണ്ടാമത് അടിക്കുന്നത്. ഇനി അടുത്തത് നല്ലൊരു പാറ്റേൺ എൻ്റെ പുറത്ത് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത കളർ റെഡ് ആയിരുന്നു. അപ്പോൾ റെഡ് അത്ര പോരാന്ന് എനിക്ക് തോന്നിയാണ് ഞാൻ വൈറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഒരു പിങ്ക് ബ്ലഷ് കളറാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. കാരണം ഞാനൊരു കേക്ക് ലവറാണ്. അപ്പോൾ കേക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നൊരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഞാൻ പിൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഒരു കേക്ക് ഇപ്പോൾ കിട്ടിയ കഴിക്കാമെന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ചെയ്തിട്ടുണ്ട് കാര്യം. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു പാറ്റേൺ ആണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പെയിൻറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. കാരണം വല്ലാത്തൊരു തെറാപ്യൂട്ടിക് ഇഫക്റ്റാണ്. ഈ പറയുന്ന കളറും അതെ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് സൂത്ത് ചെയ്യുന്ന തരത്തിലുള്ളൊരു കളറാണ്. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് നല്ല സ്ലോയിലാണിത് ചെയ്തേക്കുന്നത്. ഇതിന് കുറച്ചുകൂടി രസമാക്കണം എന്നാണെങ്കിൽ നല്ല സ്ലോ വൈബിലുള്ള ഒരു മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും. ഇത്രയും കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്താം, കാണാനൊരു ഡീസൻറ്റ് ലുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ഒന്ന് ക്യൂട്ടാക്കിയാൽ കൊള്ളാം എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ചെറിയ ചെറിയ ഹാർട്ടുകളിലൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഹാർട്ട് വരച്ചു കൊടുക്കുമ്പോൾ എന്നെപ്പോലെ ഇത്രയും വലിപ്പമുള്ള ടിപ്പുള്ള ബ്രഷ് കൊണ്ട് വരച്ച് കൊടുക്കരുത്. വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചധികം സമയം എടുക്കും ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതേ സമയത്ത് നിങ്ങൾ വളരെ തിന്നായിട്ടുള്ള ടിപ്പുള്ള ബ്രഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഹാർട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കുറച്ച് പുള്ളികൾ കുത്തി കൊടുത്താലും മതി. അതും കാണാൻ നല്ല ഭംഗിയായിരിക്കും, നമ്മുടെ പോക്കറ്റ് ഡോട്ട്സ് ആയിട്ട്. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പിൻട്രസ്റ്റി വൈബുള്ള പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കണം. പിന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ. See you.